വെൽക്കം ടു വി ലേണിങ്സ്. ഇന്ന് നമ്മൾ സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിലെ ഒരു ഭാഗമാണ് നോക്കാൻ പോകുന്നത്. എന്താണ് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ്? ഓക്കെ, നോക്ക്. വേപ്പർ pressure of solutions of solids in liquids. എന്താണെന്ന് നോക്കാം. നോക്ക്, when a non-volatile solute solute such as sugar or salt is dissolved in a volatile liquid solvent such as water. The vapor pressure of the solvent decreases. The vapor pressure of the solvent decreases. A non-volatile solute does not evaporate. A non-volatile solute does not evaporate. Whereas the solvent can evaporate. Okay, whereas the solvent can evaporate. എന്താ പറയുന്നത് നോക്കൂ. അതായത് ഒരു ഗ്ലാസ് വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. എന്താണ്? ഒരു ഗ്ലാസ് വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, വാട്ടർ മോളിക്യൂൾസ് സർഫേസിൽ നിന്ന് എയറിൽ പോകും. ഓക്കെ, വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? സർഫേസിൽ നിന്ന് എങ്ങോട്ട് പോകും? എയറിലേക്ക് പോകും. സർഫേസിൽ നിന്ന് എങ്ങോട്ട് പോകും? എയറിലേക്ക് പോകുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ വാട്ടർ മോളിക്യൂൾസ് വിചാരിക്കാം. ഓക്കെ, ഇതാണ് വെള്ളം. ഓക്കെ,
നോക്കി ഇത് വെള്ളമെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ വെള്ളം എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്തുണ്ട്, ഇതൊരു ഗ്ലാസ് ഓഫ് വാട്ടർ നമ്മുടെ കയ്യിലുണ്ട്. ഇതിലെ മോളിക്യൂൾസ്, വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സർഫേസിൽ നിന്ന് എങ്ങോട്ട് പോകുന്നുണ്ട്, എയറിലേക്ക് പോകുന്നുണ്ട്. എങ്ങോട്ട് പോകുന്നുണ്ട്, എയറിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള സമയത്ത് ആ വാട്ടറിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യാണ്, ഷുഗർ ആഡ് ചെയ്യണം. നമ്മൾ എന്താ ആഡ് ചെയ്യാണ്, കുറച്ച് ഷുഗർ ആഡ് ചെയ്യണം. ഓക്കെ, കുറച്ച് ഷുഗർ ഒക്കെ ആഡ് ചെയ്ത് വെക്കുകയാണ്. ഇതാണ് ഷുഗർ വിചാരിച്ചു, കട്ടി ക്യൂബുകള്. ഓക്കെ, ഷുഗർ ആഡ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും, നമുക്ക് ഷുഗർ മോളിക്യൂൾസ് സർഫേസിൽ സ്പേസ് ഒക്യുപ്പൈ ചെയ്യും. എവിടെ സ്പേസ് ഒക്യുപ്പൈ ചെയ്യും, ഷുഗർ മോളിക്യൂൾസ്, നമ്മൾ ഷുഗർ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ സർഫേസിലെ സ്പേസ് ആര് ഒക്യുപ്പൈ ചെയ്യും, നമ്മുടെ ഷുഗർ മോളിക്യൂൾസ് വന്നിട്ട് ഒക്യുപ്പൈ ചെയ്യും. ഓക്കെ, ഇത് ഷുഗർ മോളിക്യൂൾസ് ആണ് വിചാരിക്കാം. ഷുഗർ മോളിക്യൂൾസ് എന്ത് ചെയ്യും, മോളിക്യൂൾസ് ഒക്യുപ്പൈ ചെയ്യും. ഓക്കെ, ഷുഗർ മോളിക്യൂൾസ് ഒക്യുപ്പൈ ചെയ്യും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ വാട്ടർ മോളിക്യൂൾസിന് എസ്കേപ്പ് ചെയ്യാനുള്ള സ്പേസ് കുറയും. അതായത് ഇവിടെ മൊത്തം ആര് ഫില്ല് ചെയ്യും, ഷുഗർ മോളിക്യൂൾസ് വന്നിട്ട് ഫില്ല് ചെയ്യും. അങ്ങനെ ഫില്ല് ആവുന്ന സമയത്ത് നമ്മുടെ വാട്ടർ മോളിക്യൂൾസിന് എന്താണ്, എസ്കേപ്പ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാണ്ടാവും. എസ്കേപ്പ് ചെയ്യാനുള്ള സ്പേസ് എന്ത് ചെയ്യും, ഇല്ലാതെ ആവും. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ സ്പേസ് പറയുമ്പോൾ എന്താണ്, കുറച്ച് വാട്ടർ മോളിക്യൂൾസ് മാത്രമേ എസ്കേപ്പ് ചെയ്യുള്ളൂ. അതായത് ഇവിടെ സ്പേസ് കുറയുന്ന കാരണം ഒന്നോ രണ്ടോ അല്ലെ കുറച്ച് വാട്ടർ മോളിക്യൂൾസ് ഒക്കെ എന്ത് ചെയ്യുള്ളൂ, എസ്കേപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എന്താണ്, വേപ്പറിന്റെ എന്ത് ചെയ്യും, പ്രഷർ കുറയും. വേപ്പറിന്റെ പ്രഷർ എന്ത് ചെയ്യും, കുറയും. ഓക്കെ, അത് മനസ്സിലായില്ലേ? അപ്പൊ നെക്സ്റ്റ് എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഓക്കെ, എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഓക്കെ, എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എന്താണ് RLVP അല്ലെ? ഓക്കെ, എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ സയന്റിസ്റ്റ്, ഓക്കെ, അതായത് ഈ പറയുന്ന വേപ്പർ പ്രഷറിൽ, ഓക്കെ, വേപ്പർ പ്രഷറിൽ ഉള്ള ഡിക്രീസ് കൺസിഡർ ചെയ്യുന്നതിന് പകരം സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തു, അവര് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഉപയോഗിച്ചു. അവരെന്ത് ഉപയോഗിച്ചു, അവര് RLVP എന്ന് പറഞ്ഞാൽ എന്താണ്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഉപയോഗിച്ചു. അതിന്റെ ഇക്വേഷൻ നോക്കണേ, P നോട്ട് മൈനസ് P ഡിവൈഡഡ് ബൈ P നോട്ട്. ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഈക്വൽ ടു എന്ത് വരും, ഈക്വൽ ടു XB എന്ന് വരും. എന്ത് വരും, XB എന്ന് വരും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ നോക്ക്, P നോട്ട് എന്ന് പറയുന്നത് എന്താ നോക്കാം. ഓക്കെ, P നോട്ട് എന്ന് പറയുന്നത് എന്താണ്, വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ് ആണ്. അതായത് പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ. ഓക്കെ, വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ്. ഓക്കെ, പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ ആണ് ഈ പറയുന്ന P നോട്ട് എന്ന് പറയുന്നത്. ഇനി ഇവിടെ P എന്താണ് നമുക്ക്, P എന്ന് പറയുന്നത് എന്താണ്, വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. എന്തിന്റെ വേപ്പർ പ്രഷർ ആണ്, സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ. ഓക്കെ, വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ വേപ്പർ പ്രഷറിന്റെ സൊല്യൂഷൻ. പിന്നെയോ എന്താണ് XB, നോക്ക്, XB എന്താണ്, XB എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. എന്താണ്, മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ ആണ് ആര്, ഈ പറയുന്ന XB എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ RLVP, അതായത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഓക്കെ, എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഓൺലി ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. ഓക്കെ, എന്താ പറയുന്നത്, ഇറ്റ് ഡിപ്പെൻഡ്സ് അല്ലെ, ഓൺലി ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. ഓക്കെ, എന്താ പറയുന്നത്,
ഈ RLVP എന്ന് പറയുന്നത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്. ഓക്കെ, എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എത്ര ആ ഒരു സൊല്യൂഷനിൽ എത്ര സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ട് അതിന്റെ നമ്പറിനെയാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിന്റെ നേച്ചറിനെ അല്ല, അതായത് സൊല്യൂട്ടിന്റെ നേച്ചറിനെ അല്ല ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? സൊല്യൂട്ടിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, നോൺ ഡിപ്പെൻഡന്റ് ഓൺ എന്താണ് ഈ പറയുന്ന സൊല്യൂട്ടിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദിസ് ഈസ് വൈ ഇറ്റ് ഈസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? ഇതുകൊണ്ട് ഇതിനെ നമുക്ക് വിളിക്കാൻ പറ്റും, ഇതെന്താണ്? ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് പറയാം. എന്ത് പ്രോപ്പർട്ടിയാണ്? ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് എന്ന് പറയാം. ഓക്കെ, ഇനി എന്താണ് ഐഡിയൽ സൊല്യൂഷൻസ്? ഓക്കെ, അപ്പോ നോക്ക് എന്താണ് ഐഡിയൽ സൊല്യൂഷൻ. ഓക്കെ, എന്താണ് ഐഡിയൽ സൊല്യൂഷൻ. ഓക്കെ, എന്താണ് ഐഡിയൽ സൊല്യൂഷൻ? നോക്ക്, an ideal solution is a solution that obeys Raoult's law. എന്താ പറയുന്നത്? an ideal solution is a solution that obeys റൗൾസ് ലോ. അല്ലേ? എന്ത് ലോ ആണ് ഒബേ ചെയ്യുന്നത്? റൗൾസിന്റെ ലോ ഒബേ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ആണ് ഈ പറയുന്ന ഐഡിയൽ സൊല്യൂഷൻ. അല്ലേ? പിന്നെയോ ആ എന്റെ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. അല്ലേ? എന്താ പറയുന്നത്? ആ എന്റെ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ, ആ സൊല്യൂഷൻ മൊത്തം എന്തിനെ ഒബേ ചെയ്യും? ഈ പറയുന്ന റൗൾസ് ലോനെ ഒബേ ചെയ്യും. ഓക്കെ, എന്ത് പറയാ? ഓവർ ദ entire range of concentration. എന്താണ് ഓവർ ദ entire range of concentration? എന്താ പറയുന്നത്? an ideal solution. ഒരു ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ആണ്. ഓക്കെ, അത് എന്തിനെ ഒബേ ചെയ്യും? റൗൾട്ട് ലോനെ അനുസരിക്കുന്ന ഒരു സൊല്യൂഷൻ ആണ് ഈ പറയുന്ന ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതനുസരിക്കുമ്പോൾ ആ എൻ്റെ സൊല്യൂഷൻ മൊത്തമായിട്ട് റൗൾസ് ലോ ഒബേ ചെയ്യണമെന്നാണ്. ഓക്കെ, പിന്നെ അതിന്റെ വേറെ 2-3 കാര്യങ്ങൾ. ഇത് മാത്രം ഒബേസ് റൗൾസ് ലോ. അങ്ങനെ റൗൾസ് ലോനെ ഒബേ ചെയ്യുമ്പോൾ എന്തൊക്കെയാവും നോക്കാം. ഓക്കെ, നോക്ക്, ഒബേസ് റൗൾസ് ലോ. അല്ലേ? റൗൾസ് ലോ. അങ്ങനെ റൗൾസ് ലോ ഒബേ ചെയ്യുമ്പോൾ എന്താവുന്നുണ്ട് നോക്ക്? വേപ്പർ പ്രഷർ ഫോളോസ്. എന്ത് ഫോളോ ചെയ്യും? വേപ്പർ പ്രഷർ ഫോളോസ് റൗൾസ് ഇക്വേഷൻ. റൗൾസിന്റെ ഇക്വേഷൻ ആര് ഫോളോ ചെയ്യുന്നുണ്ട്? നമ്മുടെ വേപ്പർ പ്രഷർ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്ക്, അതും എങ്ങനെ ഫോളോ ചെയ്യുന്നത്? എക്സാക്ട്ലി. അല്ലെ? വേപ്പർ പ്രഷർ നോക്ക്, നമ്മുടെ റൗൾസ് ലോനെ ഒബേ ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്? റൗൾസ് ലോന്റെ ഇക്വേഷനെ എക്സാക്ട് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ നോക്ക്, ഹീറ്റ് ഓഫ് മിക്സിംഗ്. അത് മിക്സ് ചെയ്യുമ്പോഴുള്ള ഹീറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നമുക്ക് ഹീറ്റ് ഓഫ് മിക്സിംഗ് അതായത് ഡെൽറ്റ എച്ച് മിക്സ്. ഓക്കെ, ഡെൽറ്റ എച്ച് മിക്സ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? നോ ഹീറ്റ് ഈസ് ഇവോൾവ്ഡ് ഓർ അബ്സോർബ്ഡ്. എന്താണ്? നോ ഹീറ്റ് ഈസ് ഇവോൾവ്ഡ് ഓർ അബ്സോർബ്ഡ്. ഒരു ഹീറ്റും ഇവോൾവും ചെയ്യുന്നില്ല, ഒരു ഹീറ്റും എന്തും ചെയ്യുന്നില്ല? അബ്സോർബും ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെയോ അടുത്ത എന്താ പറയുന്നത്? വോളിയം ചേഞ്ച്. എന്താണ്
ഇവിടെയുള്ള വോളിയം ചേഞ്ച് കേട്ടോ, ഇവിടെയുള്ള വോളിയം എന്ത് ചെയ്യും, ചേഞ്ച് അല്ലെ, വോളിയം ചേഞ്ചും 0 ആയിരിക്കും. ഓക്കെ, വോളിയം ചേഞ്ച് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ഡെൽറ്റ വി മിക്സ് ഈക്വൽ ടു 0 എന്താ പറയണത്, നോ എക്സ്പാൻഷൻ ഓർ കോൺട്രാക്ഷൻ occurs. എന്താണ്, നോ എക്സ്പാൻഷൻ or contraction occurs. എന്താ സംഭവം, അതായത് ഈ പറയുന്ന സാധനം ചുരുങ്ങോ അതുപോലെ വികസിക്കുകയോ ചെയ്യില്ല. ഈ പറയുന്ന സൊല്യൂഷൻ എന്ത് ചെയ്യില്ല, ചുരുങ്ങുകയോ അല്ലെങ്കിൽ വികസിക്കുകയോ ചെയ്യുകയില്ല. ഓക്കെ, അത് ഒരു കാര്യം. ഇനി നെക്സ്റ്റ്, നോക്ക് വൈ, എന്തുകൊണ്ടാണ്, ബിക്കോസ് എ അട്രാക്ഷൻ. നോക്ക് എ അല്ലെ, എ എന്ന് പറയുമ്പോൾ ആദ്യത്തെ സാധനവും സൊല്യൂട്ടും സോൾവെന്റും എ. നോക്ക് എന്താ പറയുന്നത്, എ അട്രാക്ഷൻ പിന്നെയോ എ അട്രാക്ഷൻ, ബി അട്രാക്ഷൻ, ബി അട്രാക്ഷൻ, പിന്നെ എ ബി അട്രാക്ഷൻ. ഓക്കെ, ഈ അട്രാക്ഷൻ എന്ത് സംഭവിക്കും, നോക്ക് ഈ അട്രാക്ഷൻ എങ്ങനെ എന്താ സംഭവിക്കുന്നത്, ഈ അട്രാക്ഷന് അല്ലെ, ഈ അട്രാക്ഷന് എന്താ സംഭവിക്കുന്നത്, ഈ അട്രാക്ഷൻ എന്ത് സംഭവിക്കും, ഈക്വൽ ആയിരിക്കും അല്ലെ, ഈ അട്രാക്ഷൻസ് ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. എന്തായിരിക്കും, ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. എന്താണ്, ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമുക്ക് അതിന്റെ ഒരു ചെറിയ എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇത്രയും കാര്യങ്ങളൊന്ന് പൗസ് ചെയ്തിട്ട് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിളിലേക്ക് നമുക്ക് കടക്കാം. നോക്ക്, അതായത് നോക്ക് n ഹെക്സൈനും ഹെക്സൈനും അതുപോലെ n ഹെപ്റ്റൈനും അതുപോലെ ഇതിന്റെ ഉദാഹരണമാണ് കേട്ടോ ഐഡിയൽ സൊല്യൂഷന്റെ ഈ ബെൻസീൻ പ്ലസ് ടുളുവിനും. ഓക്കെ, പിന്നെ എന്താണ്, ബെൻസീൻ പ്ലസ് ടുളുവിനും ഇതിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് അത്രേ ഉള്ളൂ. പിന്നെ അത് ജസ്റ്റ് ഒരു സിമ്പിൾ ഐഡിയ കൂടെ പറഞ്ഞുതരാം. ഐഡിയൽ സൊല്യൂഷൻ അല്ലെ, ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ എന്ത് വേണമെന്ന് അല്ലെ, നോക്കിക്കോ. ഐഡിയൽ ആകണമെങ്കിൽ എന്ത് വേണം, ഐഡിയൽ ആകണമെങ്കിൽ നോക്ക് ഈക്വൽ അട്രാക്ഷൻ വേണം. എന്ത് വേണം, ഈക്വൽ അട്രാക്ഷൻ വേണം. എന്ത് വേണം, ഈക്വൽ അട്രാക്ഷൻ വേണം. പിന്നെയോ, പിന്നെ വേറെന്താ വേണ്ടത്, നോ ഹീറ്റ് അല്ലെ, എന്ത് പാടില്ല, നോ ഹീറ്റ് അബ്സോർബ് ചെയ്യാനും പാടില്ല, പുറത്തു വിടാനും പറ്റില്ല അല്ലെ, നോ ഹീറ്റ്, ഡെൽറ്റ H equal to 0. പിന്നെയോ നോ വോളിയം, എന്താണ്, നോ വോളിയം ചേഞ്ച്. അതായത് അവിടെ ഹീറ്റ് ഉണ്ടാവുന്നില്ല, വോളിയം ചേഞ്ച് പറഞ്ഞാൽ എന്താണ്, സൊല്യൂഷൻ എക്സ്പാൻഡ് ചെയ്യണോ കോൺട്രാക്റ്റോ ചെയ്യണില്ല, ചുരുങ്ങുകയോ വികസിക്കുകയോ ചെയ്യുന്നില്ല. അതുപോലെ ഈക്വൽ അട്രാക്ഷൻ കൂടി ഉണ്ടെങ്കിൽ ആ സൊല്യൂഷൻ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഒരു ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കാം. ഓക്കെ, നമുക്ക് എന്തെന്ന് വിളിക്കാം, ഒരു ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കാം. ഇനി നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻസിനെ കുറിച്ച് നോക്കാം.